നമ്മൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ 5ാമത്തെ ചാപ്റ്റർ സെക്കൻഡ് മൊഡ്യൂളാണ് അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ്. ബാങ്കിങ് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ടാണ് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെയല്ല ചെയ്യുക, ഡിഫറെൻ്റ് ആണ്. ബാങ്കിൻ്റെ വേറെ, ഇൻഷുറൻസിൻ്റെ വേറെ, ഓരോന്നും ഓരോ രീതിയിലാണ് ചെയ്യുക. സോ ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എൻഗേജ്ഡ് ഇൻ ബാങ്കിങ് ബിസിനസ് എന്നാണ്. സിമ്പിൾ മീനിങ് ആണ്. ബാങ്കിങ് ബിസിനസ്സിൽ എൻഗേജ് ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്ഥാപനത്തെ പറയുന്ന പേരാണ് ബാങ്ക് എന്ന് പറയാം. ഇറ്റ് കളക്ട്സ് ദി സേവിങ്സ് ഓഫ് സം പീപ്പിൾ ആൻഡ് ഗിവ്സ് ദി മണി ടു ദോസ് ഹു ആർ ഇൻ നീഡ് ഓഫ് ഇറ്റ്. കുറച്ച് ചില ആളുകളിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കും, അത് ആവശ്യക്കാർക്ക് ഇത് ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യും. ഇതാണ് ബാങ്ക് എന്ന് പറയാം. ഇൻ ഇന്ത്യ ബാങ്കിങ് കമ്പനീസ് ആർ ഗവേൺഡ് ബൈ ദി ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഓഫ് 1949 എന്നാണ്. നമ്മൾ ഈ ബാങ്കിങ് എന്നുള്ള ചാപ്റ്റർ പഠിക്കുമ്പോൾ ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് BRA ആക്ട് 1949 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 5 സബ്സെക്ഷൻ B ഓഫ് ദി ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഡിഫൈൻസ് എ ബാങ്കിങ് ആസ്, ആ ഡെഫിനേഷൻ കൂടി നന്നായി നോക്കി വെക്കണം, ദി ആക്സെപ്റ്റിംഗ് ഫോർ ദ പേർപ്പസ് ഓഫ് ലെൻഡിങ് എന്നാണ്. നേരത്തെ പറഞ്ഞ വാക്ക് തന്നെ, നമ്മൾ എന്താ പറയുക, വായ്പ നൽകാൻ വേണ്ടി ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുക. ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഓഫ് മണി ഫ്രം ദ പബ്ലിക്കിൽ നിന്നുള്ള ഡെപ്പോസിറ്റിനെ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാ സമയത്തും ഡെപ്പോസിറ്റ് മുഴുവൻ ലോണായിട്ട് ആൾക്കാർ ആവശ്യപ്പെട്ടോളണം എന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ എക്സ്ട്രാ പൈസ കിട്ടുമ്പോൾ കമ്പനികൾ എന്ത് ചെയ്യും, ബാങ്കുകൾ എന്ത് ചെയ്യും, മറ്റുള്ള ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിലോ കമ്പനികളുടെ ഷെയറിലോ ഗവൺമെൻറ് ബോണ്ടിലൊക്കെ എന്ത് ചെയ്യും, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യാറുണ്ട്. റീപേയബിൾ ഓൺ ഡിമാൻഡ് എന്നാണ്. അപ്പോൾ നമ്മൾ പബ്ലിക്കിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നത് റീപേയബിൾ ഓൺ ഡിമാൻഡ് ആവശ്യപ്പെടുമ്പോൾ കൊടുക്കാമെന്ന കണ്ടീഷനിലാണ്. ഓർ അതർവൈസ് ബൈ ചെക്ക്, അല്ലെങ്കിൽ മറ്റു ഘട്ടങ്ങളിൽ. ചിലപ്പോൾ കാലാവധി ഉണ്ടാവും, 5 വർഷത്തേക്കാണെങ്കിൽ അപ്പോൾ ഡിമാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, 5 വർഷം കഴിഞ്ഞാൽ കൊടുത്തോളണം. ബൈ ചെക്ക്, നമുക്കത് ചെക്ക് മുഖാന്തരം വിഡ്രോ ചെയ്യാം. ഡ്രാഫ്റ്റ് ഉണ്ട്, ഓർഡർ ഉണ്ട്, നിർദ്ദേശപ്രകാരം ചെയ്യാം. ഓർ അതർവൈസ്, അപ്പോൾ ATM ഒക്കെ ഓർ അതർവൈസ് എന്നുള്ളത് അപ്പോൾ 1949 ഡെഫിനിഷനാണ്. അപ്പോൾ അതിന് എന്തുണ്ടാവും, ഇപ്പോഴത്തെ മോഡേൺ ഡിവൈസുകളിൽ ഉണ്ടാവില്ല. അപ്പോൾ അതിനൊരു എന്ത് ടേം കൊടുത്തു, ഓർ അതർവൈസ് എന്നൊരു ടേം കൊടുത്തു. ഒരുപാട് മോഡലിപ്പോൾ എന്തുണ്ട്, ഇപ്പോൾ ചെക്കും ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം, ഡ്രാഫ്റ്റ് ഒന്നും ശരിക്കും ഇല്ല തന്നെ അങ്ങനെ പറയാം. പക്ഷേ ഇപ്പോൾ എന്തുണ്ട്, ATM വിഡ്രോവൽ ഉണ്ട്, പിന്നെ നെറ്റ് ബാങ്കിങ്ങിലുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, ഓൺലൈൻ ട്രാൻസാക്ഷൻ്റെ ട്രാൻസ്ഫറിൻ്റെ ഫെസിലിറ്റീസ് ഉണ്ട്. അതൊക്കെ അതർവൈസ് എന്നുള്ള ഒരു ക്ലോസിൽ പെടുത്തും. സോഴ്സസ് ഓഫ് ഇൻകം എന്ന ഒരു ബാങ്കിങ് ബിസിനസ്സിൻ്റെ ബാക്കിയുള്ള നമുക്കറിയാം, ഒരു സാധാരണ ബിസിനസ്സിൻ്റെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ സെയിൽസ് ആണല്ലോ. അതേപോലെ ഒരു ബാങ്കിൻ്റെ വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആൻഡ് ഓവർ ഡ്രാഫ്റ്റ്. അതുപോലെ തന്നെ ബിൽസ് ഡിസ്കൗണ്ട്, ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിസ്കൗണ്ടുകൾ. ഡിവിഡൻഡ് ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഇറ്റ്സ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ബാങ്ക് മറ്റ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടാവുന്ന ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും. പ്രോഫിറ്റ് ഓൺ ഓവർസീസ് എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ കിട്ടുന്ന ലാഭം. കമ്മീഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ് ആൻഡ് ചാർജസ് ഫോർ വേരിയസ് സർവീസസ് റെൻഡേഡ് എന്നാണ്. നമ്മളിപ്പോൾ മണി ട്രാൻസ്ഫർ ചെയ്യുന്നതിന് കിട്ടുന്ന കമ്മീഷൻ, അതേപോലെ തന്നെ സർവീസ് റെൻഡർ ചെയ്യുന്നപ്പോൾ കമ്പനികളുടെ സാലറി പ്രൊവൈഡ് ചെയ്യുക ബാങ്കാണ് കൊടുക്കുക. സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ പ്രകാരം ബാങ്കാണ് എംപ്ലോയീസിന് സാലറി പ്രൊവൈഡ് ചെയ്യുക. ബിൽഡിങ്ങിൻ്റെ റെൻ്റ് അടക്കുക, ഇലക്ട്രിസിറ്റി ബില്ല് അടക്കുക, അതൊക്കെ കമ്പനികൾക്ക് വേണ്ടി ബാങ്ക് ചെയ്യുന്ന സർവീസാണ്. അതിന് അവർ ND ഈടാക്കും, ചാർജ് ഈടാക്കും. ഈ ചാർജ് അവർക്ക് വരുമാനമായിട്ട് പറയാൻ പറ്റും. അടുത്ത സം ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഓഫ് 1949 അനുസരിച്ചുള്ള പ്രൊവിഷൻസുകളാണ്. ഒന്ന്, നോൺ ബാങ്കിങ് അസറ്റ്. നോൺ ബാങ്കിങ് അസറ്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ, നേരിട്ട് മനസ്സിലായല്ലോ, ബാങ്കിൻ്റേതല്ലാത്ത അസറ്റ്. ഇപ്പോൾ നമ്മൾ എങ്ങനെ പറയുകയെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മളൊരു വസ്തു പണയപ്പെടുത്തി ലോൺ എടുത്തു എന്ന് വിചാരിക്കുക ബാങ്കിൽ നിന്ന്. അപ്പോൾ ഈ വസ്തു എന്തായാലും അസറ്റ് ആവില്ല. ഇപ്പോൾ 50 സെൻറ്റ് ഭൂമി പണയപ്പെടുത്തിയാണ് എന്ത് ചെയ്തത്, ലോൺ എടുത്തതെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 50 സെൻറ്റ് ഭൂമിയുടെ ആധാരം ഇപ്പോൾ ആരുടെ കയ്യിലായിരിക്കും, ബാങ്കിൻ്റെ കയ്യിലായിരിക്കില്ലേ. അപ്പോൾ ഈ ലോണ് റീപേയ്മെൻറ്റിന് വീഴ്ച വരുത്തിയാൽ ഈ 50 സെൻറ്റ് സ്ഥലം കമ്പനിക്ക് അത് അസറ്റാണ്. കമ്പനിക്ക് അത് ഉപയോഗപ്പെടുത്താം, കൈവശം വെക്കാം എന്നാണ് അടക്കുന്നത് വരെ. അപ്പോൾ ഈ അസറ്റിനെ ബാങ്ക് പറയുന്ന പേരാണിത് നോൺ ബാങ്കിങ് അസറ്റ്. കമ്പനിയുടെ അസറ്റ് അല്ല, ഒരിക്കലുമല്ല. അതായത് ലോണ്, ഈ സ്ഥലത്തുമ്പോൾ ലോൺ എടുത്തു, ഇവരപ്പോൾ ലോൺ കൊടുത്തു, ആ സമയത്ത് അവർ റീപേ ചെയ്തില്ല. അപ്പോൾ ഇതിൻ്റെ പൊസഷൻ ആർക്ക് എടുത്തു വെക്കാം, ബാങ്കിന് എടുത്തു വെക്കാം. അപ്പോൾ അതിനെ പറയുന്ന പേരാണിത് നോൺ ബാങ്കിങ് അസറ്റ് എന്ന് പറയാം. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. നമ്മൾ കാണിക്കേണ്ടത് അതർ അസറ്റ് എന്നുള്ള ഹെഡിലാണ് കാണിക്കേണ്ടത്. അതുപോലെ തന്നെ മിനിമം ക്യാപിറ്റൽ ആൻഡ് റിസർവ് സെക്ഷൻ 11 പ്രകാരം in case of banking company incorporated outside India but not having, പല രീതിയിലാണ് ഇതിൻ്റെ മിനിമം ക്യാപിറ്റൽ പറയുന്നത്, ശരിക്കും നോക്കുക. അപ്പോൾ നമുക്ക് ഇന്ത്യക്ക് പുറത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ബാങ്ക്, ബട്ട് നോട്ട് ഹാവിങ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ദി സിറ്റി ഓഫ് മുംബൈ ഓർ കൊൽക്കത്ത, അവർക്ക് എന്തില്ല, മുംബൈയിലും കൊൽക്കത്തയിലും എന്തില്ല, അവർക്ക് അവരുടെ ബ്രാഞ്ചില്ല. ദ സം ഓഫ് ഇറ്റ്സ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് റിസർവ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 5 lakhs എന്നാണ്. അതായത് ഈ ഇന്ത്യക്ക് പുറത്ത് ഈ ഇന്ത്യൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തത് ആണ്. പക്ഷേ ഇന്ത്യയിൽ അവർക്ക് ബിസിനസ് ഉണ്ട്, എവിടെ ഉണ്ടാവാൻ പാടില്ല, മുംബൈയിലും കൊൽക്കത്തയിലും ഇല്ല എങ്കിൽ ക്യാപിറ്റൽ 5 ലക്ഷം രൂപയാവാം.
15 ലക്ഷം രൂപ. ആൻഡ് ഇറ്റ് ഹാസ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ മുംബൈ ഓർ കൊൽക്കത്ത ഓർ ഇൻ ബോത്ത് റുപ്പീസ് 20 ലാക്ക്. മുംബൈ കൊൽക്കത്ത മെട്രോപൊളിറ്റൻ സിറ്റികൾ ഉൾപ്പെടുത്തുന്നതാണ്. അതിലിപ്പോൾ ഡൽഹി ചെന്നൈക്ക് ഉണ്ടെങ്കിലും അതിൽ ഇതിൻ്റെ ഒരു പരിധിയിൽ അത് വന്നിട്ടില്ല. മുംബൈ കൊൽക്കത്തയിൽ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടെങ്കിൽ 20 ലാക്ക് റുപ്പീസും അല്ലെങ്കിൽ 15 ലാക്ക് റുപ്പീസും. നേരെ ഓപ്പോസിറ്റ് ഇൻ കേസ് ഓഫ് എ ബാങ്കിങ് കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ, ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താ, ഔട്ട്സൈഡ് ഇന്ത്യ ഇൻകോർപ്പറേഷൻ. ഇവിടെ ഇൻ ഇന്ത്യ ഇൻകോർപ്പറേഷൻ ദ സം ഓഫ് ഇറ്റ്സ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് റിസർവ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ ദി എമൗണ്ട് സ്റ്റേറ്റഡ് ബിലോ. ഒന്ന്, ഇഫ് ഇറ്റ് ഹാസ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ മോർ ദാൻ വൺ സ്റ്റേറ്റ്, ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റിൽ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടെങ്കിൽ 5 ലക്ഷം രൂപ. ആൻഡ് ഈഫ് എനി സച്ച് പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ സിറ്റുവേറ്റഡ് ഇൻ മുംബൈ ഓർ കൊൽക്കത്ത 10 ലക്ഷം രൂപ. അപ്പോൾ മുംബൈ കൊൽക്കത്ത ഇത് ഉൾപ്പെടുന്ന സ്റ്റേറ്റ് അല്ലാത്ത വേറെ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റിൽ ബിസിനസ് ഉണ്ടെങ്കിൽ 5 ലക്ഷം രൂപയും, ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റിൽ ബിസിനസ് ഉണ്ട് അതിൽ ആരും ഉൾപ്പെടുന്നുണ്ട്, മുംബൈ കൊൽക്കത്ത ഉൾപ്പെടെയുള്ള സ്റ്റേറ്റ്, മുംബൈ കൊൽക്കത്ത സ്റ്റേറ്റ് ആണെന്നല്ല പറഞ്ഞു കേട്ടോ, അത് ഉൾപ്പെടുന്ന സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ 10 ലക്ഷം രൂപ ക്യാപിറ്റൽ. രണ്ടാമത്തത്, ഇഫ് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൾ ഇറ്റ്സ് പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ വൺ സ്റ്റേറ്റ്, ഒറ്റ സ്റ്റേറ്റിൽ മാത്രമേ പ്ലേസ് ഓഫ് ബിസിനസ് ഉള്ളൂ. നൺ ഓഫ് വിച്ച് ഈസ് മുംബൈ ഓർ കൊൽക്കത്ത, അത് എവിടെയല്ല, മുംബൈ കൊൽക്കത്ത ഉൾപ്പെടുന്ന സ്റ്റേറ്റ് അല്ല. മുംബൈ മഹാരാഷ്ട്രയും കൊൽക്കത്ത ബീഹാറും അറിയാം, ബംഗാളിൽ ബീഹാർ തന്നെ. അപ്പോൾ കൊൽക്കത്ത ആൻഡ് 1 ലാക്ക് ഇൻ റെസ്പെക്ട് ഓഫ് ഇറ്റ്സ് പ്രിൻസിപ്പാൽ പ്ലേസസ് ഓഫ് ദി ബിസിനസ്, അതായത് 1 ലക്ഷം രൂപ എടുക്കും. പ്ലസ് റുപ്പീസ് 10,000 ഫോർ ഈച്ച് അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ദ സെയിം ഡിസ്ട്രിക്റ്റ്. അതായത് ഒരു സംസ്ഥാനത്ത് മാത്രമുള്ളൂ, ആ സംസ്ഥാനത്തിൽ ഉൾപ്പെട്ടിട്ടില്ല, മുംബൈയും കൊൽക്കത്തയും ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ ഒരു മെയിൻ ബ്രാഞ്ചിന് 1 ലക്ഷം രൂപയും, ഒരു ഡിസ്ട്രിക്റ്റിന് മാത്രമുള്ളതിനാണെങ്കിൽ 10,000 രൂപയും, ഒരു ഡിസ്ട്രിക്റ്റിന് പുറത്തുള്ള ഓരോ ബ്രാഞ്ചിനും 25,000 രൂപയും ഫോർ ഈച്ച് പ്ലേസ് ഓഫ് ബിസിനസ് എൽസ്വർ ഇൻ ദി സ്റ്റേറ്റ് എന്ന് പറയാം. തേർഡ് ടേം കമ്മീഷൻ ആൻഡ് ബ്രോക്കറേജ്. സോ സെക്ഷൻ 13 സെക്ഷൻ 13 ഓഫ് ദി ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രൊവൈഡ്സ് ദാറ്റ് നോ ബാങ്കിങ് കമ്പനി ഷാൽ പേ ഡയറക്ട്ലി or indirectly commission, brokerage, discount or remuneration for issue of shares by it for any amount exceeding 2.5% of the paid up value of such shares. 2.5% കൂടുതൽ കമ്മീഷനും ബ്രോക്കറേജ് ഡിസ്കൗണ്ടൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറയണം. നെക്സ്റ്റ്, ഡിവിഡൻഡ് അണ്ടർ സെക്ഷൻ 15, എ ബാങ്കിങ് കമ്പനി കനോട്ട് പേ ഡിവിഡൻഡ് അണ്ടിൽ ഓൾ ഇറ്റ്സ് ക്യാപിറ്റലൈസ്ഡ് എക്സ്പെൻസസ് ഹാവ് ബീൻ കംപ്ലീറ്റ്ലി റൈറ്റ് ഓഫ് എന്നാണ്. ക്യാപിറ്റലൈസ്ഡ് എക്സ്പെൻസുകളെ റൈറ്റ് ഓഫ് ചെയ്യുന്നത് വരെ ബാങ്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഡിവിഡൻഡ് കൊടുക്കാൻ പാടില്ല. ക്യാപിറ്റലൈസ്ഡ് എക്സ്പെൻസസ് ഇൻക്ലൂഡ് പ്രിലിമിനറി എക്സ്പെൻസസ്, ഓർഗനൈസേഷൻ എക്സ്പെൻസസ്, ഷെയർ സെല്ലിംഗ് കമ്മീഷൻ, ബ്രോക്കറേജ്, എമൗണ്ട് ഓഫ് ലോസ് ഇൻകേർഡ് ബൈ ടാഞ്ചിബിൾ അസറ്റ്സ് ആൻഡ് എനി അതർ ഐറ്റം ഓഫ് എക്സ്പെൻസസ് നോട്ട് റെപ്രസെൻറ്റഡ് ബൈ ടാഞ്ചിബിൾ അസറ്റ്സ് എന്നാണ്. അത്രയും ഐറ്റംസ് ആണ് ക്യാപിറ്റലൈസ്ഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അത് റൈറ്റ് ഓഫ് ചെയ്യുന്നവരുടെ ഡിവിഡൻഡ് എന്ത് ചെയ്യാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഇമ്പോർട്ടൻ്റ് ആണ്. അണ്ടർ സെക്ഷൻ 17, ബാങ്കിങ് കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ ഷാൽ ട്രാൻസ്ഫർ every year at least 25% of its profit before any dividend is declared to a statutory reserve until the amount is equal to the paid up capital എന്നാണ്. അതായത് നമ്മൾ എല്ലാ വർഷവും ഡിവിഡൻഡ് കൊടുക്കുന്നതിൻ്റെ മുമ്പ് 25% ഓഫ് പ്രോഫിറ്റ് എങ്ങോട്ട് മാറ്റണം, സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് മാറ്റണം. ഏതുവരെ, ഈ സ്റ്റാറ്റ്യൂട്ടറി റിസർവിൽ ഇങ്ങനെ കൂടി വരുന്ന സംഖ്യ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിനോളം ആകുന്നത് വരെ ചെയ്യണം എന്നാണ്. ക്യാഷ് റിസർവ് റേഷ്യോ അണ്ടർ സെക്ഷൻ 18, ബാങ്ക്സ് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ വിത്ത് ദി RBI ക്യാഷ് റിസർവ് അറ്റ്ലീസ്റ്റ് 3% ഓഫ് ദി ടോട്ടൽ ഓഫ് ഇറ്റ്സ് ഡിമാൻഡ് ആൻഡ് ടൈം ലാബിലിറ്റീസ് എന്നാണ്. ഡിമാൻഡ്, ടൈം ലാബിലിറ്റി എന്നിവയുടെ ഒക്കെ പ്രോബ്ലം വരുമ്പോൾ ഇതിന് മനസ്സിലാവും. 3% കുറയാത്തൊരു സംഖ്യ ബാങ്കുകളൊക്കെ എന്ത് ചെയ്യണം, RBIയിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. ഇൻ ലയബിലിറ്റീസ് ഇൻ ഇന്ത്യ അറ്റ് പ്രസൻറ്റ് ദി CRR ഈസ്, അത് ഈ ഇതൊന്ന് ടേം എഴുതണ്ട, CRRs എന്ന് വെച്ചാൽ ഒന്ന് നോക്കിയിട്ട് എഴുതണം. RBI ക്യാൻ റൈസ് ദി CRR അപ് ടു 15%. CRRൻ്റെ ലിമിറ്റ് 3% to 15% ആണ്. അത് ഇതൊന്ന് വാക്കുന്നവിടെ വെക്കുക, പറഞ്ഞുതരാം. അടുത്തത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ SLR ഇൻ അഡീഷൻ ടു CRR. ഇതാണ് CRR എന്ന് പറയുക, ക്യാഷ് റിസർവ് റേഷ്യോ CRR. ഇത് കൂടാതെ SLR ഉണ്ട്. ബാങ്ക്സ് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ എ ഫിക്സഡ് റേറ്റ് ഓഫ് ദി ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ് ഇൻ ദി ഫോം ഓഫ് ലിക്വിഡ് അസറ്റ്സ് സച്ച് ആസ് ക്യാഷ്, ഗോൾഡ്, സെക്യൂരിറ്റീസ്. അതൊക്കെ ആയിട്ട് മറ്റേ റിസർവ് ബാങ്കിൽ തന്നെ വെക്കണം. അതിനാണ് എന്ത് പറയുക, SLR എന്ന് പറയുക. അറ്റ് പ്രസൻറ്റ് ദി റേറ്റ് ഓഫ് SLR ഈസ് 18.25. ഇതും എഴുതല്ലേ. അറ്റ് പ്രസൻറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് എഴുതിയാൽ മതി. അപ്പോൾ ഈ 18.25ഉം 3% മാത്രം ഒന്ന് ബ്ലാങ്ക് ഇട്ട് വെക്കുക. അടുത്ത ദിവസം തന്നെ പറഞ്ഞുതരാം. ഓക്കെ.